ഹായ്, ബിഗ് ബോസ് സീസൺ 7 തീരാൻ ഇനി ഒരു മാസത്തിൽ താഴെ മാത്രം സമയം. ബിന്നി പുറത്താവുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി ആരാണോ മികച്ചതായി കളിക്കുന്നത് അവരായിരിക്കും ബിഗ് ബോസ് വിന്നർ എന്ന്. തീർച്ചയായും കറക്റ്റായിട്ടുള്ള കാര്യം. കൃത്യമായിട്ടുള്ള ഫാൻ ബേസ് ഒരാൾക്കും നേടിയെടുക്കാനായിട്ടില്ല. അതായത് ഇയാളായിരിക്കും വിജയ് എന്ന് നമ്മൾക്ക് പറയാൻ ഇതുവരെ പറ്റിയിട്ടില്ല. പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ ആര് വേണമെങ്കിലും പൊങ്ങി വരാം. ഇന്നലെ ലാലേട്ടന്റെ എപ്പിസോഡിൽ വെച്ച് ഷാനവാസിന് കൃത്യമായി മനസ്സിലാകുന്നു ആദില നൂറ ഇവരെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം. നമ്മൾക്കറിയാം ആദില നൂറയെ എങ്ങനെയാണ് ഷാനവാസ് കൊണ്ടു നടന്നത് എന്ന്. നെവിൻ വിഷയം എന്തുകൊണ്ടാണ് ഇത്രയും വഷളായത്? ഷാനവാസിന് ആദില നൂറയോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ ദിയാസന ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഷാനവാസിനോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരെ നോക്കിക്കൊള്ളണം എന്ന്. ഇതൊക്കെ ഷാനവാസിന് വലിയ കാര്യമാണ്. അപ്പോൾ ഇന്നലെ ഷാനവാസ് അറിയുന്നു ഈ പറയുന്ന ആദിലയും നൂറിയും താനൊരു മെയിൽ ഷോവനിസ്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. ഷാനവാസ് ഞെട്ടിപ്പോവുകയാണ്. അതായത് തന്നെ കുറിച്ച് ഇവരിങ്ങനെ സംസാരിച്ചിരിക്കുന്നു, അപ്പൊ എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും? തീർച്ചയായും അങ്ങനെ ചിന്തിക്കും ഷാനവാസ്. അതിനുശേഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഷാനവാസ് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? നിങ്ങളത് ഇവിടെ വെച്ച് പറയുമ്പോൾ പുറത്ത് എങ്ങനെയായിരിക്കും അത് പോയിട്ടുണ്ടാവുക? നിങ്ങൾ അത് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്ന് പറഞ്ഞ് ഷാനവാസ് അവിടെ നിന്ന് പോകുന്നു. അതായത് ആദില നൂറ ഇവർക്ക് ഷാനവാസിനോട് സ്നേഹമൊക്കെ ഉണ്ടാവും, പക്ഷേ അവർ ഷാനവാസിനെ ചതിക്കുമെന്ന് മുൻപ് തന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അതായത് റിയാസ് സലീം വന്നപ്പോൾ വലിയൊരു മാറ്റം ഉണ്ടായിരുന്നു. ആദിലയ്ക്ക് കുറച്ച് നൂറയ്ക്കും ഉണ്ടായിരുന്നു. അതായത് ഏത് നിമിഷവും ഷാനവാസിന് പണി കൊടുക്കും എന്നുള്ളൊരു കാര്യം നമ്മൾ കൃത്യമായി അറിയായിരുന്നു. അവരുടെ സ്വഭാവം അതാണ്. തീർച്ചയായും ഞാൻ ആദിലയെക്കുറിച്ചും നൂറയെക്കുറിച്ചും വളരെ നല്ല രീതിയിലുള്ള ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ വിഷയത്തിൽ അവർ ജെന്യൂൻ അല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇന്നലെ തന്നെ അനുമോള് ആദില സംസാരിക്കുന്നുണ്ട്, ഇയാൾ ആരാണ്, എൻ്റെ ഉപ്പയാണോ മൂത്താപ്പയാണോ എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഷാനവാസിനെ കുറിച്ചാണ് പറയുന്നത്. ഇയാൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തുണ്ടെങ്കിലും മുഖത്ത് നോക്കി പറയാം. ഷാനവാസ് അത്രമാത്രം ഇവരെ സ്നേഹിക്കുന്നു, ഷാനവാസിനോട് പറയാനുള്ള സ്വാതന്ത്ര്യം ഇവർക്കുണ്ട്. പക്ഷെ ഇവര് മാറിയിരുന്ന് ഷാനവാസിനെ കുറിച്ച് സംസാരിക്കുന്നു. ഷാനവാസ് എങ്ങനെയാണ് ബിഗ് ബോസ് വീട്ടിൽ നെഗറ്റീവ് ആയത്, അല്ലെങ്കിൽ പുറത്ത് കുറച്ച് നെഗറ്റീവ് ആവാനുള്ള കാരണം എന്താണ്? അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഷാനവാസിന്റെ ഈ സ്നേഹം തന്നെയാണ്. അതായത് ഒന്ന്, അനീഷ് ഷാനവാസ് സൗഹൃദം. ഇത് ഷാനവാസിന് കട്ട നെഗറ്റീവായിട്ടുണ്ടായിരുന്നു. അനീഷ് അതിലൂടെയാണ് പോസിറ്റീവ് ആയത്. അതായത് കട്ട നെഗറ്റീവ് ആയിരുന്ന അനീഷ് പോസിറ്റീവ് ആവുന്നത് ഈ പറയുന്ന ഷാനവാസുമായിട്ടുള്ള സൗഹൃദമാണ്. അതിലൂടെ ഷാനവാസ് കട്ട നെഗറ്റീവായി മാറി. അതുപോലെ തന്നെ ആദില നൂറ ഇവരുമായിട്ടുള്ള സൗഹൃദമാണ് ഷാനവാസിനെ വീണ്ടും പിന്നിലേക്ക് വലിച്ചത്. പല കാര്യങ്ങളിലും ഷാനവാസ് നെഗറ്റീവ് ആയത് ഇവർ തമ്മിലുള്ള സൗഹൃദം കൊണ്ടാണ്. തീർച്ചയായും ഇനി ബിഗ് ബോസ് സീസൺ 7 അവസാനിക്കാൻ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഏകദേശം ഒരു മാസത്തിൽ താഴെ മാത്രം. ഇപ്പോൾ ഇങ്ങനെയൊരു സംഭവം, അതായത് ആദില നൂറ ഷാനവാസുമായിട്ട് തെറ്റിപ്പിരിയാനുള്ള ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും അത് ഷാനവാസിന് ഗുണം ചെയ്യും. ഷാനവാസിന്റെ ഗെയിം മാറും. ഷാനവാസ് ഇപ്പോൾ തന്നെ സംസാര രീതിയിലും പെരുമാറ്റത്തിലും പഴയൊരു ഷാനവാസായി മാറിയിരിക്കുന്നു. ഇടയ്ക്ക് വെച്ച് അത് മാറി കളിച്ചിരിയും തമാശയും ഒരു പൊട്ടത്തരമൊക്കെ ആയി വേറൊരു ഗെയിമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ അതായത് ലാലേട്ടൻ ചീത്ത പറഞ്ഞതിന് ശേഷം വീണ്ടും ആ പഴയ ഷാനവാസ് അതിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എനിക്ക് ഉറപ്പായിരുന്നു ഷാനവാസിനുള്ള പണി ആദില കൊടുക്കുമെന്ന്. ഇനിയുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇന്നു മുതൽ തീർച്ചയായും ആദില ഷാനവാസിനിട്ട് പണി കൊടുക്കും. ഷാനവാസിനോട് ആദില വഴക്കുണ്ടാക്കും, തർക്കിക്കും. അത് ഷാനവാസ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി ഷാനവാസിന്റെ ഗെയിം. അത് ഷാനവാസ് പോടി പുല്ലേ എന്നുള്ള നിലയ്ക്ക് സംസാരിച്ചാൽ അവിടെ വേറെ ലെവലാണ്. പിന്നെയും അവരെ സ്നേഹിച്ച് അവരുടെ പുറകെ പോയി കഴിഞ്ഞാൽ അത് ഷാനവാസിന് പണിയാവും. എന്തായാലും ആദില നൂറ അവര് ഷാനവാസിന് പണി കൊടുത്തിട്ടുണ്ട്. നൂറ അത്രയ്ക്കുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ആദില പണി കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പണി കൊടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അവർ ചിന്തിക്കുന്നത് ഷാനവാസ് ഒരു മെയിൽ ഷോവനിസ്റ്റ് ആണ്, ഷാനവാസ് ചതിയനാണ്. ആ സീക്രട്ട് ടാസ്ക് അത് നമ്മളുടെ കയ്യിൽ കിട്ടിയിരുന്നുവെങ്കിൽ ഇയാൾ ഇത്രയും മണ്ടനായി പോയല്ലോ എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. ചിക്കൻ്റെ കാല് കണ്ടിട്ട് പോലും അയാൾ വിശ്വസിക്കുന്നില്ല എന്ന്. ഷാനവാസിന് ഇത് ടാസ്ക് ആണെന്ന് മനസ്സിലായിട്ടില്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഈ പറയുന്ന ആദിലയോടും നൂറിയോടും അനീഷിനോടും അനുമോളോടും ഷാനവാസ് എന്താണ് പറഞ്ഞത്? ഇവിടെ ഒരു സീക്രട്ട് ടാസ്ക് ഉണ്ട്, ആര്യന് ഒരു സീക്രട്ട് ടാസ്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് ടാസ്ക് ആണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം ഷാനവാസിന് ഇല്ല എന്ന് പറയരുത്. പക്ഷെ അത് ആരിന് ഗുണകരമാകും. ആ ഗെയിം പൊളിക്കാനാണ് ഷാനവാസ് ശ്രമിച്ചത്. അല്ലാതെ ചിക്കൻ കാല് കണ്ടപ്പോൾ ചാടി വീഴാൻ നോക്കിയതല്ല, അല്ലെങ്കിൽ ചിക്കൻ കാല് കണ്ടിട്ട് മനസ്സിലാവാഞ്ഞിട്ടല്ല. മറ്റുള്ളവരാണെങ്കിൽ ഞങ്ങൾക്കെങ്കിലും ഭക്ഷണം കഴിക്കാലോ എന്ന് വിചാരിച്ച് ചാടി വീണേനെ. പക്ഷെ ഷാനവാസ് അത് ചെയ്തില്ല. അത് ഷാനവാസിന്റെ പരാജയമല്ല, അത് കണ്ട് ഷാനവാസിനെ കുറ്റപ്പെടുത്തുന്ന നമ്മളുടെ പരാജയമാണ്. എന്തായാലും ഷാനവാസ് ഇനിയെങ്കിലും ഇവരെ മനസ്സിലാക്കി വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകട്ടെ. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.